ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വേൾഡ്. 10th പ്രിലിംസിന് PSC മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ഡോക്ടർ DS കോത്താരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിസംബർ 10. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10-നാണ്. അടുത്ത ചോദ്യം നോക്കാം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, മെറ്റേർണിക്ക്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് മെറ്റേർണിക്ക് ആണ്. അടുത്ത ചോദ്യം, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, കുറുളി ചേകോൻ. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കുറുളി ചേകോൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൊല്ലം. കൊല്ലം ജില്ലയിലാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 7:30 PM. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം 7:30 PM ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇവയെല്ലാം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഇവയെല്ലാമാണ് ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയത്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 61. ഭരണഘടനയുടെ 61-ാം ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയത്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. അടുത്ത ചോദ്യം നോക്കാം. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലാറ്ററൈറ്റ് മണ്ണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും
ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ദേശീയ ജലപാത 3. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ് ദേശീയ ജലപാത 3. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലത്തെയാണ്. അടുത്ത ചോദ്യം നോക്കാം. പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. താരതമ്യേന വീതി കുറവ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് 1ഉം 3ഉം. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തതേതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 2 മാത്രം. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇത് അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. 1ഉം 3ഉം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അടുത്ത ചോദ്യം നോക്കാം. തിരു-കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1949 ജൂലൈ 1. തിരു-കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1-നാണ്. അടുത്ത ചോദ്യം നോക്കാം. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ചമ്പാരൻ. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലമാണ് ചമ്പാരൻ. അടുത്ത ചോദ്യം. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ജോനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനാണ് ജോനാഥൻ ഡങ്കൻ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തതേത്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 2 മാത്രം. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും. 1ഉം 3ഉം ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാണ്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. അടുത്ത ചോദ്യം നോക്കാം. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വാഗ്ഭടാനന്ദൻ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അടുത്ത ചോദ്യം നോക്കാം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി ആണ് പശ്ചിമ ബംഗാൾ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം നോക്കാം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മയെയാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതാണ്. ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇവയൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയിൽ
മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതി. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 3 മാത്രം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. PSC നടത്തിയ മുൻ പരീക്ഷകളിൽ 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. താങ്ക്